പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇപ്പോൾ നവരാത്രി കാലമൊക്കെയാണ്. ഒട്ടുമുക്കാൽ ക്ഷേത്രങ്ങളിലും നവരാത്രി പൂജയും മറ്റും നടക്കുന്ന സമയം കൂടിയാണ് ഇത്. ഒക്ടോബർ മാസം 2-ാം തീയതി, അതായത് കന്നിമാസം 16-ന് വ്യാഴാഴ്ചയാണ് വിദ്യാരംഭം. ധാരാളം കുഞ്ഞു മക്കളൊക്കെ ആദ്യ അക്ഷരം കുറിക്കാൻ തയ്യാറെടുക്കുന്ന സമയം കൂടിയാണ് ഇത്. അപ്പോൾ പല രക്ഷിതാക്കളുടെയും ഒരു സംശയമാണ്, ആചാര്യന്മാരോ വലിയ പ്രശസ്തരായ വ്യക്തികളെയോ ഒക്കെ തന്നെ കുഞ്ഞുങ്ങളെ എഴുതിക്കണോ? കാരണം തങ്ങളുടെ കുഞ്ഞിൻ്റെ പഠനകാലം മികവുറ്റതാക്കുക എന്നതുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം. അതിൻ്റെ ആദ്യപടിയാണല്ലോ വിദ്യാരംഭം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ യാതൊരു കുറവും അതിന് വരരുത് എന്നാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു കാര്യം. എപ്പോഴാണ് എഴുത്തിനിരുത്തേണ്ടത്, ആരെഴുത്തിനിരുത്തണം, എന്താണ് എഴുതിക്കേണ്ടത്, ഇതൊക്കെയാണ് നമ്മുടെ എല്ലാവരുടെയും സംശയം എന്ന് പറയുന്നത്. അതിനൊക്കെയുള്ള ഒരു മറുപടിയാണ് ഇന്നത്തെ ഈ അധ്യായം. പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ കാലഘട്ടം ഒരു വ്യാഴവട്ട കാലമാണ്, അതായത് 12 വർഷം. അതിൻ്റെ 4/1 പ്രായമായവർ തന്നെ നമ്മുടെ കുഞ്ഞിനെ എഴുത്തിനിരുത്താവുന്നതാണ്. അതായത് ഒരു 3 വയസ്സാവുമ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളെ എഴുത്തിനിരുത്താവുന്നതാണ്. കുഞ്ഞിനെ എഴുതിക്കാൻ ഏറ്റവും ഉത്തമം കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ തന്നെയാണ്. വിദ്യാഭ്യാസം ഉള്ളവരാണെങ്കിൽ അവരിൽ ആരെങ്കിലും ഒരാൾ മതിയാകും. കാരണം തൻ്റെ കുഞ്ഞിന് നല്ല വിദ്യാഭ്യാസം ഉണ്ടാകണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് എപ്പോഴും നമുക്കറിയാം, എപ്പോഴും രക്ഷിതാക്കൾ തന്നെയാണ്. രക്ഷിതാക്കളെ പോലെ മറ്റൊരു വ്യക്തികളും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടാകണം എന്ന് ചിന്തിക്കുന്നവരേ ഉണ്ടായിരിക്കില്ല. രക്ഷിതാക്കളാണ് എഴുതിക്കുന്നതെങ്കിൽ കുട്ടിയെയും കൊണ്ട് അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി ദർശനമൊക്കെ നടത്തി പ്രദക്ഷിണമൊക്കെ വച്ച് തങ്ങളാൽ കഴിയുന്ന വഴിപാടുകളൊക്കെ നമ്മുടെ യഥാശക്തി നമുക്ക് ചെയ്യാൻ പറ്റുന്ന വഴിപാടുകളൊക്കെ നടത്തി അതിനുശേഷം തിരികെ വീട്ടിലെത്തിയതിന് ശേഷം പൂജാമുറിയിൽ വിഘ്നേശ്വരൻ്റെയും സരസ്വതി ദേവിയുടെയും ശ്രീകൃഷ്ണസ്വാമിയുടെയും ചിത്രത്തിന് മുൻപിൽ ഭദ്രദീപമൊക്കെ കൊളുത്തുക. കുട്ടിയെ മടിയിൽ ഇരുത്തി ഹരിശ്രീ ഗണപതായേ നമ എന്ന് സ്വർണം കൊണ്ട് എഴുതാവുന്നതാണ്. സാധാരണ നമ്മൾ സ്വർണം കൊണ്ട് എഴുതുമ്പോൾ മോതിരമാണ് ഉപയോഗിക്കുന്നത്. മാതാപിതാക്കളുടെ വിവാഹ മോതിരമായാൽ ഏറ്റവും ഉത്തമം അത് തന്നെയാണ്. നമുക്ക് ഒരു പാത്രത്തിൽ അരി എടുത്തതിന് ശേഷം പിടിച്ച് ഈ അരിയിലേക്ക് ഹരിശ്രീ ഗണപതായേ നമ എന്ന അക്ഷരം കുറിക്കാവുന്നതാണ്. എന്നാൽ മാതാപിതാക്കൾക്ക് അതിന് കഴിയില്ല എന്നുണ്ടെങ്കിൽ അധ്യാപകനോ അധ്യാപികയോ കുട്ടിയെ എഴുത്തിനിരുത്താം. വലിയ വലിയ ആചാര്യന്മാരോ പ്രശസ്തരായ വ്യക്തികളോ ആകണമെന്ന് നിർബന്ധം ഒന്നുമില്ല. എന്നാൽ ജീവിത മൂല്യങ്ങൾ കൈവെടിയാത്തവരും ഈശ്വര ചിന്തയുള്ളവരും ആയിരിക്കണം. സത്കർമ്മങ്ങൾക്ക് വില കൽപ്പിക്കുന്നവരും ആയിരിക്കണം. കാരണം താൻ നൽകുന്ന വിദ്യ കുട്ടിയുടെ ഭാവി ശോഭനമാകുവാൻ ഉതകുന്നതായിരിക്കണം എന്ന ചിന്തയുള്ള ഒരു വ്യക്തിയായിരിക്കണം കുട്ടിയെ എഴുതിക്കുന്നത്. അത് മാത്രമാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം. 51 അക്ഷരങ്ങളുടെ പ്രതിനിധിയാണ് ഹരിശ്രീ ഗണപതയേ നമ എന്നുള്ളത്. 5 ഈശ്വരഭാവങ്ങളാണ് ഈ വരി കൊണ്ട് സ്മരിക്കുന്നത്. ഹരി എന്ന പദം കൊണ്ട് മഹാവിഷ്ണുവിനെയും വിഘ്നങ്ങൾ ഒഴിവാക്കാൻ ഗണപതിയെയും സ്മരിക്കുന്നു. വിഷ്ണുവിനും ഗണപതിക്കും എന്നാണ് വാക്യത്തിനുള്ള അർത്ഥം. ശ്രീ ഗണപതി എന്ന പദങ്ങൾ കൊണ്ട് ലക്ഷ്മി ദേവി, ശ്രീ പരമശിവൻ എന്നിവരെയും, ഗണാനനാം പതി എന്ന പദം കൊണ്ട് ശിവനെയും ഉമയെയും സ്മരിക്കുന്നു. അതിൻ്റെ പൂർണ്ണമായ രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സരസ്വതീപരമാണ്. എഴുത്തിനിരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ നാവിലും മൂർധാവിലും ഒക്കെ ഒരു തുള്ളി നെയ്യ്, നല്ല പശുവിൻ നെയ്യ് തേച്ചു കൊടുക്കുന്നത് ഉത്തമമാണ്. ശേഷം ക്ഷേത്രത്തിലാണെങ്കിൽ സമൂഹമായി വിദ്യാഗോപാല മന്ത്രം ചൊല്ലാവുന്നതാണ്. അതല്ല വീട്ടിലാണെന്നുണ്ടെങ്കിൽ 101 തവണ വിദ്യാഗോപാല മന്ത്രം ചൊല്ലുന്നത് അത്യുത്തമമായിട്ടുള്ള കാര്യമാണ്.